ഇന്ന് ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയ പ്രസ്താവന സത്യത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ അമേരിക്കൻ നടപടിയെ സമ്പൂർണ്ണമായും അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ ഇന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് അമേരിക്കയിലെ അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈകാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് എല്ലാ മനുഷ്യാവകാശവും ലംഘിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത്, ഡീപ്പോർട്ട് ചെയ്തത്. അത് മനുഷ്യാവകാശ ലംഘനമാണെന്നും രാജ്യാന്തര രംഗത്ത് നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. ആ പ്രശ്നം സഭ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് 2 മണിക്കും 3 മണിക്കും രാജ്യസഭയിലും ലോക്സഭയിലും ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തിയത്. ആ പ്രസ്താവനയുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ കഴിയുന്നവരെ കൈകാലുകൾ വിലങ്ങ് വെച്ച് രാജ്യത്തേക്ക് തിരിച്ചയച്ച നടപടിയെ കേന്ദ്ര ഗവൺമെൻറ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിലയിലാണ് ആ ലെറ്ററിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്പിരിറ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനധികൃതമായി കുടിയേറുന്നത് ശരിയല്ല എന്നും അങ്ങനെയുള്ളവരെ നിയമാനുസൃതമായി നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സ്ഥിരീകരിക്കുന്നു എന്ന് മാത്രമല്ല, 2009 മുതൽ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തേക്ക് തിരിച്ചയച്ചിട്ടുണ്ടെന്നും 2012 മുതൽ ഈ നടപടി തുടരുന്നുണ്ട്, ഈ തരത്തിലുള്ള നടപടി തുടരുന്നു എന്ന് പറഞ്ഞ് സാധൂകരിക്കാനാണ്, ന്യായീകരിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ഒരു തർക്കവുമില്ല, അനധികൃത കുടിയേറ്റക്കാരെ ആ രാജ്യത്തു നിന്ന് ഒഴിപ്പിക്കുന്നത് നിയമാനുസൃതമായിട്ടുള്ള നടപടികളിലൂടെയാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രാകൃതമായ നിലയിൽ, മനുഷ്യത്വരഹിതമായ നിലയിൽ അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിട്ടുള്ള മനുഷ്യാവകാശങ്ങളെ പോലും നഗ്നമായി ലംഘിച്ചുകൊണ്ട് കൈകളും കാലുകളും ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് യുദ്ധത്തടവുകാരെ കൈമാറുന്നതിന് സമാനമായ നിലയിൽ, ഭീകരമായ നിലയിൽ അവരെ സൈനിക വിമാനത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റിക്കൊണ്ടുവരുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല, നീതീകരിക്കാൻ കഴിയുന്നതല്ല. അവിടെയാണ് നയതന്ത്ര ബന്ധത്തിലൂടെ ഇന്ത്യ ഗവൺമെൻറ് ഇടപെടേണ്ടിയിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ പോലും ഇൻഫോം ചെയ്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയിൽ ഏകപക്ഷീയമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപിത നയമനുസരിച്ച് ഏകപക്ഷീയമായി നടത്തിയിട്ടുള്ള ഈ നടപടിയെ സാധൂകരിക്കുകയും അംഗീകരിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് നടപടി വളരെ വളരെ പ്രതിഷേധാർഹമാണ്. ഇന്ത്യയെ, ഇന്ത്യൻ ജനതയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഇന്ത്യൻ ജനങ്ങളെ അനധികൃത കുടിയേറ്റക്കാരാണ് നിഷേധിക്കുന്നില്ല, ഇല്ലീഗൽ മൈഗ്രൻസ് ആണ്. ആ അനധികൃത കുടിയേറ്റക്കാരെ ഈ രൂപത്തിലല്ല കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്. ഇന്ത്യയുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരെ നാട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഡിപ്ലോമാറ്റിക്കായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് പകരം ഈ തരത്തിൽ നടത്തിയ പ്രാകൃതമായ നടപടിയെ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. അതിലേറ്റവും വിചിത്രമായി തോന്നിയത് അമേരിക്കൻ നടപടിയെ സാധൂകരിക്കുകയും അതിനെ ഒരു പരിധിവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന, കാരണം ലീഗലായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള നടപടി എന്നുള്ള നിലയിൽ അതിനെ അംഗീകരിക്കുകയും ഇത് കീഴ്വഴക്കമാണ് എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ചുമതലയിൽ നിന്ന് ഒഴിയുകയാണ്. ഇത് ശക്തമായി, കാരണം അമേരിക്ക ഏറ്റവും അടുത്ത സുഹൃത്താണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നാണ് ശ്രീ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. ഗുജറാത്തിലെ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയ്ക്ക് വരെ നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്. നമുക്കറിയാം, ഇന്ന് കാനഡയുമായിട്ടുള്ള ഉപരോധം, വ്യാപാര ഉപരോധം മരവിപ്പിക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ആ വ്യാപാര ഉപരോധത്തിന് മന്ദീഭവിപ്പിക്കാൻ തീരുമാനിച്ചത് അവിടുത്തെ പ്രധാനമന്ത്രിയും അവിടുത്തെ ഗവൺമെൻറ്റും നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. കാനഡയ്ക്കെതിരെ ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര ഉപരോധം തൽക്കാലത്തേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ യാതൊരു വിധമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഇൻ്റർവെൻഷനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ നടപടിയെ, അനധികൃത കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിനല്ല ഞങ്ങൾ പ്രധാനമായും എതിർക്കുന്നത്. അവരെ സംരക്ഷിക്കേണ്ടതാണ്, അവർക്ക് പരിരക്ഷ നൽകേണ്ടതാണ്.
പക്ഷേ അവരെ കയറ്റിയിരിക്കുന്നതിന് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ മനുഷ്യത്വരഹിതമായ പ്രാകൃതമായ നടപടിയിലൂടെയാണ് അവരെ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റിയേക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നടത്തി അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. രാവിലെ വരെ അവർ നിഷേധിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ആദ്യഘട്ടങ്ങളിൽ അങ്ങനെ കൈവിലങ്ങണിയിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ലാറ്റിനോസിനെയാണ്, ഇന്ത്യൻസിനെ അല്ല എന്ന നിലയിലുള്ള പ്രചരണമായിരുന്നു ഗവൺമെൻറ് PR മാനേജ്മെൻറ്റിലൂടെ നടത്താൻ പരിശ്രമിച്ചത്. എന്നാൽ ഉച്ചയായപ്പോൾ US ബോർഡർ ഫോഴ്സിന് അവർ തന്നെ ഇതുമായി US ബോർഡർ പെട്രോൾ തന്നെ ഈ കാര്യം കൃത്യമായി സ്ഥിരീകരിച്ചു. ഇന്ത്യക്കാരെ തന്നെയാണ് കൈവിലങ്ങണിയിച്ച് കാൽവിലങ്ങണിയിച്ച് ഈ പ്രാകൃതമായ നിലയിൽ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് US ബോർഡർ പെട്രോൾ പോലും അംഗീകരിച്ചതിന് ശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിക്കാൻ വേണ്ടി തയ്യാറായത്. അതുവരെ ഇത് ഇന്ത്യക്കാരല്ല ലാറ്റിനോസ് ആണ് എന്ന നിലയിലുള്ള വാദമുഖങ്ങൾ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതൊക്കെ തെളിയിക്കുന്നത് അമേരിക്കയോട് ആർജവത്തോടുകൂടി വർത്തമാനം പറയാനുള്ള ഒരു നയതന്ത്രപരമായ ശേഷിയും കരുത്തും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. അമേരിക്കൻ അധീശത്വ നിലപാടുകൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ കീഴടങ്ങലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കാര്യത്തിൽ ചെയ്തത് എന്ന് വേണം വിലയിരുത്താൻ.